ഹായ് ഫ്രണ്ട്സ്, കൺസ്യൂമേഴ്സ് മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ചായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു എന്ന് കരുതട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾക്കൊരു അസുഖം ബാധിച്ച് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ആശുപത്രിയിലെ ചികിത്സകൾക്ക് ശേഷം നമ്മളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ആശുപത്രി ചെലവുകൾ മുഴുവൻ ഇൻഷുറൻസ് കമ്പനി നൽകിയിട്ടുണ്ടോ, അതെയോ കുറച്ച് തുക നമ്മളിൽ നിന്നാണ് ആശുപത്രി ഈടാക്കിയത്? ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മെഡിക്ലെയിം തുക മുഴുവൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവരുമായി ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മെഡിക്കൽ ഇൻഷുറൻസ് അഥവാ ആരോഗ്യ ഇൻഷുറൻസുകൾ ഇന്ന് സർവ്വസാധാരണമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ആ ഇൻഷുറൻസുകൾ എടുക്കാറില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ഈ ഇൻഷുറൻസ് എടുത്തിരിക്കണമെന്ന് നിർബന്ധമാണ്. കാരണം അവിടെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കേണ്ടതുണ്ട്. ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ ഇവിടെ എല്ലാവരും ഇൻഷുറൻസ് എടുക്കേണ്ടതായി വരും. കാരണം മെഡിക്കൽ ചിലവുകൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ചില ഇൻഷുറൻസ് കമ്പനികൾ നമ്മളെടുത്ത ഇൻഷുറൻസിൻ്റെ ചിലവ് മുഴുവനും തരാതെ തിരസ്കരിക്കുന്ന പതിവ് കാണുന്നുണ്ട്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞൊക്കെ ഇങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ് തരാതിരിക്കുന്ന ഒരു പതിവ് കാണാറുണ്ട്. തിമിര ശസ്ത്രക്രിയകൾ ചികിത്സാ ചിലവ് പൂർണ്ണമായും അനുവദിക്കാതെ ക്ലെയിം നിരസിച്ച ഇൻഷുറൻസ് കമ്പനിയുടെ നടപടിക്കെതിരെ ജില്ലാ ഉപഭോക്തൃ കോടതി, തർക്കപരിഹാര കോടതി പൂർണ്ണമായ ഇൻഷുറൻസ് തുകയും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉപഭോക്താവിന് നൽകണമെന്ന് കോടതി വിധിച്ചു. ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഹാപ്പി ഫ്ലോട്ടർ മെഡിക്ലെയിം പോളിസിയിൽ പരാതിക്കാരൻ ചേർന്നു. 2 ലക്ഷം രൂപ വരെയാണ് തുക. ഇൻഷുറൻസ് കാലയളവിൽ പരാതിക്കാരൻ്റെ ഭാര്യയുടെ വലതുകണ്ണിൽ തിമിര ശസ്ത്രക്രിയയ്ക്കായി 95,410 രൂപയാണ് ചിലവായത്. എന്നാൽ ഭാഗികമായ തുക മാത്രമേ ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചുള്ളൂ. ഈ നടപടി പരാതിക്കാരൻ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ മുമ്പാകെ നൽകിയെങ്കിലും ഓംബുഡ്സ്മാൻ അത് തള്ളിക്കളഞ്ഞു. തുടർന്ന് ചിലവായ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഉപഭോക്തൃ തർക്കപരിഹാര ജില്ലാ കോടതിയിൽ അദ്ദേഹം പരാതി സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലവായ 34,210 രൂപയും നഷ്ടപരിഹാരവും, അധികമായി ചിലവായ 34,210 രൂപയും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉപഭോക്തൃ കോടതി വിധിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ നമുക്കും പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട്. നമുക്ക് ആശുപത്രിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ മുഴുവൻ തുകയും തരാതെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ അതിന് എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ കോടതികളുണ്ട്. ഉപഭോക്തൃ കോടതികൾ വഴി നമുക്ക് അതിനുള്ള പരിഹാരം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കതിന് വേണ്ട ഒരു പരാതി വെള്ളക്കടലാസിൽ എഴുതി വൃത്തിയായിട്ട് എഴുതി അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അതായത് പോളിസി സർട്ടിഫിക്കറ്റും ആശുപത്രി ചെലവിന് വന്ന അതിൻ്റെ ബില്ലുകളും എല്ലാം കൂടെ കോപ്പി എടുത്ത് ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിൽ നൽകുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ട ന്യായമായ അവകാശം ലഭിക്കുകയും നമുക്ക് നഷ്ടപ്പെട്ട ആ തുക തിരിച്ച് ലഭിക്കുവാനായിട്ട് കോടതി വിധി ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നമുക്കും ചെയ്യാവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ വീഡിയോയുടെ നിയമപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി മോഹനാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.